ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അസംതൃപ്തരൊരു ഒരു വലിയ നിര പുറത്തേക്ക് വരുന്നില്ലെങ്കിലും പാർട്ടിയിൽ ഉണ്ട് എന്നതിന്റെ തെളിവല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്പർ 1 ശത്രു വർഗവഞ്ചകനാണ്. വർഗശത്രുവാണ് നമ്പർ 1 ശത്രു. ആ വർഗശത്രുവിനെ നേരിടാൻ ഞങ്ങളുടെ പാർട്ടി സംവിധാനം മാത്രമല്ല, സാധാ അനുഭാവികൾ പോലും ശക്തമായി അതിനെ നേരിടാൻ മുന്നോട്ട് വരും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. മറ്റൊരു കാര്യം, യു ഡി എഫിന്റെ റബലായി മത്സരിച്ച ഒരാൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ ജനിക്കുമ്പോഴേ കോൺഗ്രസ്സാണ്, ഞാൻ അന്നും കോൺഗ്രസ്സാണ്, ഞാൻ ഇന്നും കോൺഗ്രസ്സാണ്, ഞാൻ നാളെയും കോൺഗ്രസ്സാവും. എന്നാൽ യു ഡി എഫിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദൻ പറയുന്നു, ഞാൻ മുമ്പും കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ നാളെയും കമ്മ്യൂണിസ്റ്റാവും. അപ്പോൾ ഈ സാധാരണക്കാരനായ കോൺഗ്രസ്സുകാരന്റെ മനസ്സിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വോട്ട് ചെയ്യണോ, അതോ ഒരു കോൺഗ്രസ്സായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യണം? ഇതൊരു സാധാരണക്കാരന്റെ കോൺഗ്രസ്സുകാരനായ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് യു ഡി എഫിന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന വലിയ അങ്കലാപ്പ്. അല്ല, അപ്പൊ ഈ ബി ജെ പി അവകാശപ്പെടുന്നത് പോലെ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ പറ്റാത്തവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു പോവോ? ബി ജെ പിയുടെ ഒരു ശക്തിയല്ല, ബി ജെ പി ഞങ്ങളൊരു ശക്തിയായിട്ട് കാണുന്നില്ല. അവർക്ക് അവരുടേതായ ചില പോക്കറ്റിനകത്ത് ചില വോട്ട്. ബി ജെ പി ശക്തിയല്ല, പക്ഷേ രണ്ട് പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ട്, രണ്ടിടത്തും അസംതൃപ്തരുണ്ട്. അതായത് ഗോവിന്ദനെ പുറത്താക്കിയ അസംതൃപ്തി CPI-ലും കുറച്ചെങ്കിലും ഉണ്ടാകാം, അതുപോലെ കോൺഗ്രസിലും തിരിച്ചുണ്ടാകില്ല. അപ്പൊ അസംതൃപ്തർ ഒന്നിച്ചാൽ അവർ ബി ജെ പി തെരഞ്ഞെടുത്താൽ എന്ത് ചെയ്യും? ഒരു കാലത്തും CPM-ന്റെ ഒരു വോട്ടും ബി ജെ പിക്ക് പോകില്ല.